ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. എന്നെ ഇന്ന് ഇങ്ങനൊരു സ്പീച്ച് ചെയ്യാനായിട്ട് വിളിച്ച റോസ് ഫാമിലിക്കും പിന്നെ റോസ്ലി സിസ്റ്ററിനും രഞ്ജിത്ത് ബ്രദറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്കൊരു വാക്ക് ആദ്യമേ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ദൈവമേ, തിരുമ്പിലിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. കർത്താവെ, ഇന്ന് വചനം ദൈവമേ ദൈവമേ ഞാൻ പറയുമ്പോൾ കർത്താവെ, നിൻ്റെ നാവ് എന്നിലൂടെ പറയുവാൻ ദൈവമേ ഇടയാക്കണമേ. ഇത് കേൾക്കുന്നവരാരൊക്കെയാണോ അവിടെ ഹൃദയത്തെ ദൈവമേ അത് പ്രവർത്തിക്കുവാൻ ദൈവമേ ഇടയാക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ ഇറങ്ങുവാൻ ദൈവമേ ഇടയാക്കണമേ. കർത്താവെ, ദൈവമേ, ഹൃദയത്തിൽ ഒരു പരിവർത്തനമുണ്ടായി ദൈവമേ അതൊരു വലിയൊരു വിളിയായി വരുവാൻ ദൈവമേ ഇടയാക്കണം. യേശുവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും യഹോവയ്ക്കുള്ളതാണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ സന്തോഷിപ്പിച്ച ഒരു വചനമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തി വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ ഇങ്ങനൊരു മീറ്റിങ്ങിന് പ്രാർത്ഥിക്കണം, എന്ത് വചനം പറയണമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് 10 അപ്പോസ്തല പ്രവൃത്തി 10 പറയാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ദൈവത്തോട് പറഞ്ഞ ദൈവമേ, അത് ഞാൻ ഓൾറെഡി വായിച്ചതാണ്, ഇനി എന്തിനാണ് ഞാൻ റിപ്പീറ്റ് അത് വായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇല്ല, നീ അത് വായിക്ക്, നീ ഒന്നും കൂടെ അത് വായിക്ക്, നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് കർത്താവ് അവിടെ പറയുവാനിടയായി. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10. കൈസരിയയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിനു വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽപ്പണിക്കാരനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ഈ വചനം എന്നെ കൂടുതലും ദൈവം ഇടപെടാനിടയാക്കി. കാര്യം എന്ന് വെച്ചാൽ റോമൻ പട്ടാളത്തിലെ ഇത്താലിക്ക എന്ന പട്ടാള വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു, ഒരു ക്യാപ്റ്റനായിരുന്നു കൊർന്നല്യോസ്. തൻ്റെ ജനങ്ങളും തനിക്കറിയാവുന്ന ജനങ്ങളും തൻ്റെ കൂടെയുള്ളവരും മറ്റ് ദൈവത്തെ ആരാധിച്ചപ്പോൾ കൊർന്നല്യോസ് തെരഞ്ഞെടുത്തത്, അവൻ്റെ തെരഞ്ഞെടുപ്പ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവൻ തെരഞ്ഞെടുത്തത് ജീവനുള്ള ദൈവത്തെയാണ് തെരഞ്ഞെടുത്തത്. ആ ജീവനുള്ള ദൈവം അവനു വേണ്ടി പ്രവർത്തിച്ചു. ജീവനുള്ള ദൈവത്തെ അവൻ തെരഞ്ഞെടുത്തു. അതിനുവേണ്ടി ഒരു സമയം കൊർന്നല്യോസ് മാറ്റിവെച്ചു. ശതാധിപൻ എന്ന് പറയുന്ന, ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പട്ടാളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രവർത്തകൻ എന്ന് പറയുന്നത്, പട്ടാളത്തിന്റെ ഏറ്റവും വലിയൊരു പുള്ളിയാണ് ശതാധിപൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആളാണ്. ആ ശതാധിപന് ഒരു സമയം തൻ്റെ ജോലിയുടെ തിരക്കിലെ, തൻ്റെ ഇതിലെ തിരക്കിന്റെ, തൻ്റെ ഔദ്യോഗിക തിരക്കിൽ നിന്ന് ഒരു സമയം ദൈവത്തിനു വേണ്ടി കൊർന്നല്യോസ് മാറ്റിവെച്ചു. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നെന്നാ പറയുന്നത്. അവൻ ദൈവത്തെ ഭയപ്പെട്ട പുരുഷൻ എന്നാ പറയുന്നത്. അവൻ യഥാർത്ഥ ദൈവത്തെ ഭയപ്പെട്ട പുരുഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെ ജീവിച്ച കൊർന്നല്യോസിനോട് ദൈവം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ ഇടപെട്ടു. ദൂതനെ അവന് വേണ്ടി അവൻ പ്രാർത്ഥനയിൽ ഇരിക്കെ അവന്റെ വീട്ടിൽ ദൂതനെ വിടുവാൻ ദൈവം ഇടയാക്കി. കൊർന്നല്യോസ് തൻ്റെ ജനങ്ങള് ആരാധിച്ചതിൽ നിന്ന് വിട്ടുമാറി ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവത്തിൽ അവൻ വിശ്വസിച്ചപ്പോൾ, അവന് ആ ഒരു വിശ്വാസം, ആ ഒരു തെരഞ്ഞെടുപ്പ്, അവന്റെ തീരുമാനം, ആ തീരുമാനം അവനെ മാത്രമല്ല, അവന്റെ കുലത്തെ മാത്രമല്ല, അവന്റെ കൂട്ടുകാരെ മാത്രമല്ല, ആ ദേശ
ദേശത്തിൽ തന്നെ ഒരു വലിയൊരു വിടുതലായി മാറുവാൻ ദൈവം ഇടയാക്കി. ദൈവമക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ചിലപ്പം നമ്മളൊരു 5 മിനിറ്റ് ആയിരിക്കും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിൽ ഭയങ്കര ഒരു കാര്യം. ആ ഒരു 5 മിനിറ്റ് നമ്മൾ ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന ആ സമയത്ത് ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ അനേകർ നമ്മൾ മൂലം അനേകർ ദൈവഭാഗത്തേക്ക് വരുവാൻ ഇടയാകും. ഈ കൊർന്നല്യോസ് അതിനുശേഷം പത്രോസിന്റെ അടുക്ക പോകുന്നതിന് മുമ്പ് ദൈവം കൊർന്നല്യോസ് ആദ്യമേ തന്നെ അവിടെ സംസാരിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും പത്രോസ് അവിടെ വരത്തില്ല. പത്രോസിനോട് ദൈവം സംസാരിച്ചു. അപ്പം നമ്മൾ ഒരു മിനിറ്റ് ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ പ്രശ്നങ്ങളാകട്ടെ, നമ്മുടെ പ്രയാസങ്ങളാകട്ടെ, നമ്മുടെ കാര്യങ്ങളാകട്ടെ, നമ്മൾ ദൈവത്തോട് പറയുന്ന ആ നിമിഷം, നമ്മൾ ഒരു ടൈം ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ആ നിമിഷം, ദൈവം നമുക്ക് വേണ്ടിയുള്ള വിടുതലിന് വേണ്ടിയുള്ള ആളെ അവിടെ ദൈവം ഒരുക്കും. പത്രോസിനോട് ദൈവം ദർശനത്തിൽ സംസാരിച്ചു. അല്ലെങ്കിൽ പത്രോസ് യഹൂദ വംശത്തിലുള്ളതാ. പത്രോസ് ഒരിക്കലും അവിടെ വന്ന് സുവിശേഷം പറയത്തില്ല, യേശുവിനെ ഒരു വിടുതലിന് വേണ്ടി ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷെ അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കർത്താവ് അവിടെ പ്രവർത്തിച്ചു. കർത്താവ് ഒരു ദർശനം കൊടുത്തു പത്രോസിന്. നീ അവിടെ പോണമെന്നും അവിടെ പ്രവർത്തിക്കണമെന്നും അവിടെ നീ സുവിശേഷം പറയണമെന്നും എന്ന് പത്രോസിനോട് ദൈവം അവിടെ ഒരു ദർശന രൂപേണ പറയുവാൻ ഇടയായി. അതുകൊണ്ടാണ് പത്രോസിന്റെ അടുത്ത് ഇവര് ചെന്ന ഉടനെ പത്രോസ് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചത്. അപ്പം പറഞ്ഞു, ഇങ്ങനെ എന്റെ യജമാനൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുവാൻ ഇടയായപ്പോൾ പത്രോസിന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൊർന്നല്യോസ് ആ ദിവസങ്ങളിൽ ഞാൻ 4 ദിവസവും എന്ന് പറയുന്നുണ്ട്. അതായത് പത്രോസിന്റെ അടുക്ക പോയതും തിരിച്ചു വന്നതും കൂടെ കൂട്ടി 4 ദിവസമായി. കൊർന്നല്യോസിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 4 ദിവസത്തിന് ശേഷമാണ് പത്രോസ് അവിടെ ചെല്ലുന്നത്, ആ കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെല്ലുന്നത്. ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് 4 ദിവസം അവൻ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. കൊർന്നല്യോസ് തന്റെ വചനം കേൾക്കാൻ, യേശുവിന്റെ വചനം കേൾക്കുവാൻ എന്തൊരു വാഞ്ചയാ കൊർന്നല്യോസ്. ഒരു അന്യജാതിക്കാരനായ ആ മനുഷ്യനൊരു എന്തൊരു വാഞ്ചയാ, യേശുവിനെ കുറിച്ച് അറിയണം, എനിക്ക് യേശുവിനെ കുറിച്ച് അറിയണം എന്നുള്ള ആ ഒരു വാഞ്ച, ആ ഒരു ഭയങ്കര ഒരു വാഞ്ചയുടെ ആ ഇത് ദൈവം അവനെ കുറിച്ച് കാണുവാൻ ഇടയായി. ആമേൻ. അവൻ അവിടെ പത്രോസ് അവിടെ ചെന്നു. പത്രോസിന് അതിശയമായിപ്പോയി. കാരണം കൊർന്നല്യോസിന് മാത്രമല്ല, കൊർന്നല്യോസിന്റെ കുടുംബത്തിലുള്ളവരെ മാത്രമല്ല കൊർന്നല്യോസ് വിളിച്ചത്. കൊർന്നല്യോസിന്റെ കൂട്ടുകാരെ വിളിച്ചു, ചാർച്ചക്കാരെ വിളിച്ചു, ബന്ധുക്കാരെ വിളിച്ചു, അവിടെ ദേശത്തുള്ളവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. കാരണം എന്നാ, ഇങ്ങ് വാ, ഇവിടെ ഇന്നൊരു വിടുതൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. അവന്റെ ഒരുക്കത്തെ ദൈവം അവിടെ കണ്ടു. പത്രോസ് അവിടെ പ്രസംഗിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വലിയൊരു വിടുതലിന്റെ കാരണമായി. അവൻ മൂലം അനേകർ ദൈവ